ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ഭാരമഖിലവും ഞാൻ വഹിക്കാം, വാർദ്ധക്യകാലത്തും ഫലസമൃദ്ധി. നിൻ ഭാരമഖിലവും ഞാൻ വഹിക്കാം, വാർദ്ധക്യകാലത്തും ഫലസമൃദ്ധി. അന്യമം കാഹളം മുഴങ്ങിടുമ്പോൾ പറന്നു നീ വന്നിടുമെന്നരികിൽ. അന്യമം കാഹളം മുഴങ്ങിടുമ്പോൾ പറന്നു നീ വന്നിടുമെന്നരികിൽ. വാഗ്ദത്തമേകിയോ യേശുവല്ലോ, വാക്കുമാറാത്തവൻ നാഥനല്ലോ. വാഗ്ദത്തമേകിയോ യേശുവല്ലോ, വാക്കുമാറാത്തവൻ നാഥനല്ലോ. വീണാലും താണാലും താങ്ങുന്നവൻ, കരം പിടിച്ചെന്നെ നടത്തുന്നവൻ. വീണാലും താണാലും താങ്ങുന്നവൻ, കരം പിടിച്ചെന്നെ നടത്തുന്നവൻ. പരദേശിയായി നടന്നിടുമ്പോൾ താങ്ങും തണലുമായി കൂടെ വരും. പരദേശിയായി നടന്നിടുമ്പോൾ താങ്ങും തണലുമായി കൂടെ വരും. വാഗ്ദത്തമേകിയോ യേശുവല്ലോ, വാക്കുമാറാത്തവൻ നാഥനല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവൻ്റെ കാൽച്ചുവട്ടിൽ വചനം കേൾക്കുവാനും സമാധാനം പ്രാപിക്കുവാനും വീണ്ടും വീണ്ടും നമുക്ക് അവസരം തരുന്നു. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ദാനിയേലിൻ്റെ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം വായിക്കാം. ദാനിയേലിൻ്റെ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. അതിന് അവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല. 4-മത്തവൻ്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. തീയിൽ കൂടെ നടക്കുന്ന 4-മതൊരുവനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് അല്പനേരം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. തീയിൽ നടന്ന് തൻ്റെ പ്രിയപ്പെട്ട, തനിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച 3 യൗവനക്കാരുടെ രക്ഷയ്ക്കായിട്ട് തീയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു നല്ല ദൈവം. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമകാലത്തൊക്കെയും അത്ഭുതങ്ങളേറെ നടന്നിട്ടുള്ളതാണ്. ഇന്നത്തെ കാലത്ത് ഈ അത്ഭുതങ്ങൾ ആശ്ചര്യമായിട്ടൊന്നും നടക്കാൻ കാണുന്നില്ലെങ്കിലും ആത്മീയ കോളത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ പശ്ചാത്തലം പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവജനം, യഹൂദജനം ഇസ്രായേലിൽ ജീവിക്കുമ്പോൾ നാളുകൾ കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തെ മറന്നു, ദൈവത്തിൻ്റെ വചനം മറന്നു. ദൈവത്തെ മറന്ന് ലോകത്തിൻ്റെ പിന്നാലെയും പാപത്തിൻ്റെ പിന്നാലെയും പോയപ്പോൾ പ്രവാചകന്മാരിൽ കൂടെ വ്യക്തമായിട്ട് അവർക്ക് അറിയിപ്പ് കൊടുത്തു, നിങ്ങൾ വചനം അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളെ ഈ ദേശത്ത് നിന്ന് അടിമപ്പാടായിട്ട് കൊണ്ടുപോകും. ജനം അതൊന്നും കേട്ടില്ല. കാരണം രാജാവിൻ്റെ ഔദ്യോഗികമായ പ്രവാചകന്മാർ രാജാവിന് സന്തോഷകരമായ കാര്യം മാത്രം പറഞ്ഞു, ദൈവത്തിൻ്റെ അരുളപ്പാടുകളല്ല പറഞ്ഞത്. അതുകൊണ്ട് സംഭവിച്ചതിനാണെന്ന് ചോദിച്ചാൽ, ബാബേൽ രാജാവായ നെബൂഖദ്നേസർ രാജാവ് ഈ യഹൂദജനത്തെ മുഴുവൻ പിടിച്ചുകൊണ്ട്, മിക്കവാറും നല്ല ശതമാനം ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയി. ആ പിടിച്ചുകൊണ്ട് പോയില്ല 4 യൗവനക്കാരുണ്ട്. ഒന്ന് ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. അവർ ആരോഗ്യമുള്ളവരും പ്രസന്നതയുള്ളവരും അവർ രാജഗൃഹത്തിൽ ക്വാളിറ്റി ഉള്ളവരുമായിട്ടാണ് ഇവിടെ കാണുന്നത്. നല്ലവരായ അവരെ രാജസന്നിധിയിലേക്ക് കൊണ്ടുപോയി രാജാവിൻ്റെ അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അവരെ കൊണ്ടുപോയി. അതിൽ ഉള്ള 3 പേരാണ് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ.
നമുക്കറിയാം, രാജാവിന് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൻ്റെ അർത്ഥം ആർക്കും പറഞ്ഞു കൊടുക്കാൻ അവർക്ക് പിടികിട്ടിയില്ല. അവിടെ ദാനിയേൽ വന്ന് രാജാവിനോട് സ്വപ്നം പറയുന്നുണ്ട്, അതിൻ്റെ വിശദീകരണവും പറയുന്നുണ്ട്. ദാനിയേലിനെ രാജാവ് മാനിച്ചു, ഏറ്റവും പ്രമുഖമായ സ്ഥാനം അവിടെ കൊട്ടാരത്തിൽ കൊടുത്തു. എന്നാൽ ഈ 3 യൗവനക്കാർ വിവിധ സംസ്ഥാനങ്ങളുടെ ആ മേൽനോട്ടം വഹിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. പൊന്നുകൊണ്ടുള്ള ഒരു വലിയ ബിംബത്തെ ഉണ്ടാക്കുന്നു. ആ പൊന്നുകൊണ്ടുണ്ടാക്കിയ ബിംബത്തെ എല്ലാവരും നമസ്കരിക്കണമെന്നാണ് രാജാവ് കൽപ്പന കൊടുത്തത്. എന്നാൽ പ്രവാസത്തിൽ കഴിയുന്ന ഈ 3 യൗവനക്കാർ അവർ ദൈവത്തിൻ്റെ ജനമാണ്, വചനം അനുസരിക്കുന്നവരാണ്, വലിയ സമർപ്പണം എടുത്തവരാണ്. അവർക്ക് തൊട്ടും ദഹിച്ചില്ലെന്ന് തന്നെ പറയാം. അവർ പറഞ്ഞു, ഒരു കാരണവശാലും രാജാവിൻ്റെ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. രാജാവ് കോപിച്ചു. രാജാവ് വളരെയേറെ കോപിച്ചിട്ട് അവരെ തീജ്വാലയിലേക്ക് ഇടാനായിട്ട് കൽപ്പിച്ചു. അതാണ് അവിടുത്തെ പ്രമാണം. അങ്ങനെ ഒരു കൽപ്പന ഉണ്ടായിരുന്നു. ഞാൻ ചുരുക്കി പറയുകയാണ്. സംഭവിച്ചെന്നാണെന്ന് ചോദിച്ചാൽ, തീക്കകത്ത് 3 പേരെ ഇട്ടെങ്കിലും അവർ കാണുന്ന ഒരു അത്ഭുതകരമായൊരു കാഴ്ചയുണ്ട്. 4ാമതൊരുവൻ, ദൈവദൂതനെ പോലെ തോന്നുന്ന ഒരുവൻ ഈ 3 പേരുടെ കൂടെയും നടക്കുന്നു. അവിടെ വസ്ത്രങ്ങൾക്ക് കേടില്ല, അവർക്ക് തീ അവരെ തൊടുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞ വിഷയം. കഴിഞ്ഞ കാലത്ത് നടന്നൊരു സംഭവമാണ്. നമ്മളെല്ലാം കഥ പോലെ അത് കേൾക്കാറുണ്ട്. ഈ കാലത്തിൽ എന്താണ് എൻ്റെ പ്രസക്തി? നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ 4ാമതൊരുവൻ ആരാണ്? 4ാമതൊരുവൻ ഈ നമ്മുടെ പ്രശ്നങ്ങളിൽ കൂടെ വരുമോ? ഇത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ഈ 4ാമതൊരുവനെ ഉൽപ്പത്തി പുസ്തകം തൊട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതായത് മോറിയ മലകളിൽ ഇസാക്കിനെ യാഗം അർപ്പിക്കുന്ന സമയത്ത് അബ്രഹാം കൈ ഉയർത്തി ഇസാക്കിനെ കൊല്ലാൻ വേണ്ടി കത്തി ഉയർത്തിയപ്പോൾ ആ കൈ തടഞ്ഞ ഒരു 4ാമനുണ്ട്. സെക്കൻഡ് നേരം കൊണ്ട് ആ ഇസാക്കിൻ്റെ കഴുത്തിലേക്ക് കത്തി വീഴേണ്ടതാണ്. സ്വർഗം ഇടപെട്ടു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആവലോടെ സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അബ്രഹാം വചനം അനുസരിക്കുമല്ലോ എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. അബ്രഹാം വചനം അനുസരിക്കുന്നതിനൊന്നും ഒരു പ്രയാസവുമില്ല, അവനത് ചെയ്യുക തന്നെ ചെയ്യുന്നു കണ്ടപ്പോൾ സ്വർഗം ഇടപെട്ടു, ആ കയ്യെ തടഞ്ഞു. നമുക്കറിയാം, പൊത്തിഫോറിൻ്റെ ഭവനത്തിൽ വളരെ കൃത്യനിഷ്ഠയോടുകൂടി വളരെ തീരുമാനം എടുത്ത് നിൽക്കുന്ന യൗസേപ്പിനാണ് പെട്ടെന്നൊരു പ്രതികൂലം വന്നത്. പൊത്തിഫോറിൻ്റെ ഭവനത്തിൽ പാപം ചെയ്യാനുള്ള വലിയ ശക്തമായ പ്രേരണ ഒരു ദിവസമല്ല പല ദിവസം വന്നപ്പോൾ ഈ 4ാമതൊരുവൻ യൗസേപ്പിൻ്റെ കൂടെ നിന്ന് ആരും കണ്ടില്ല. യൗസേപ്പിന് വേണ്ടതെന്ന് മനസ്സിലായില്ല. അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ, പാപം ചെയ്ത് ദൈവത്തെ ദുഃഖിപ്പിക്കാതിരിക്കാൻ തക്കവണ്ണം അവനെ ഓടിച്ചൊരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നോക്കിയാൽ കർമ്മേലിലെ ഏകനായി നിന്നുകൊണ്ട് സകല മനുഷ്യരും ബാലിന പ്രവാചകന്മാരുടെ ഉപദേശത്തിന് പിന്നാലെ വീണപ്പോൾ ഏകനായി നിന്നുകൊണ്ട്, കർമ്മേലിൽ നിന്നുകൊണ്ട് വലിയൊരു കാര്യം ജനത്തോട് പറഞ്ഞു കൊടുത്തു. ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ്. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട്, നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. ആ ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് ഞാൻ ഇതൊക്കെയും ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്, ദൈവമേ ഈ ജനം കാണുക, നീയാണ് യഹോവയെന്ന് തിരിച്ചറിയാൻ സ്വർഗത്തിൽ തീ ഇറക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവർ, ഞാൻ ഇരിക്കുന്നതാണ്, അവിടെ തീ ഇറങ്ങിയില്ലേ സംഭവിക്കുന്ന കാര്യം എന്നാ? ഏലിയാവിനെ കാണുമോ? തൻ്റെ ദാസൻ്റെ നിലവിളി കേട്ടുകൊണ്ട് സ്വർഗത്തിൽ തീയായിട്ട് ഇറങ്ങി വന്ന ഒരു 4ാമൻ. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം നമ്മളെ കോരിത്തെരിപ്പിക്കുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ ഒരു ചരിത്ര സംഭവമോ അല്ലെങ്കിൽ കഥകൾ പോലെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നാലും ഇത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എനിക്കുള്ള പ്രസക്തി എന്താണ്? ഞാൻ പ്രാർത്ഥിച്ച തീ ഇറങ്ങുമോ? എൻ്റെ വീട്ടിൽ തീ ഇറങ്ങുമോ? എൻ്റെ കുടുംബത്തിൽ തീ ഇറങ്ങുമോ? എൻ്റെ പ്രാർത്ഥന മാനിക്കുന്ന ഒരു ദൈവമുണ്ടോ? എൻ്റെ ഹൃദയത്തിലേക്ക് ഈ തീജ്വാല വരുമോ? എന്നെ കഴുകി വെടിപ്പാക്കുന്ന ഒരു ശക്തി ഉണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്തം എന്നിൽ കൂടെ നിവൃത്തിയാകുമോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇത് അനേകർ ചിന്തിക്കുന്ന, ഇതെല്ലാം കഥ പോലെ, പഴയ കാലത്തേക്ക് സംഭവ കഥ പോലെ ഇങ്ങനെയൊക്കെ വായിച്ചുകൊണ്ട് പോകുന്നു. ഈ കാലഘട്ടത്തിൽ ഈ തീയിറക്കാൻ നമുക്ക് പറ്റുമോ? അവിടെ ഏലിയാവ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിൻ്റെ ദാസൻ. 2,
നിന്റെ ഹിതപ്രകാരമാണ് ഇതൊക്കെയും ചെയ്യുന്നത്, എനിക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അങ്ങനെ വേർതിരിയാൻ എത്ര പേരുണ്ട്? ദൈവത്തിൻ്റെ ദാസൻ എന്നുള്ളൊരു പദവി, ദൈവത്തിൻ്റെ കാല് തുളച്ച അടിമയെന്ന് പറയുന്ന ഒരു പദവി സ്വയം സന്തോഷത്തോടെ ഏൽക്കാൻ എത്ര പേരുണ്ട്? നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം, എന്തിനാണ് നമ്മൾ വചനം കേൾക്കുന്നത്? വചനം കേൾക്കുന്നത് വെറുതെ കേട്ടുപോകാനല്ല. ഈ വചനത്തിൽ കൂടെ ദൈവം എന്നോട് ആവശ്യപ്പെടുന്ന കാര്യം എന്താണ്? ദൈവം എന്നെ നോക്കി ദുഃഖിക്കുന്ന വിഷയം ഏതാണ്? ദൈവം എന്നിൽ വെച്ചിരിക്കുന്ന ആശയം എന്താണ്? ഒരു താണ നിലവാരമല്ല, പരിസരത്ത് കാണുന്ന ജനങ്ങളെപ്പോലെ ജീവിക്കാനല്ല. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു അഭിമാനമുണ്ട്. നമ്മൾ കൂട്ടായ്മയിൽ വരുന്നവരാണ്, വചനം കേട്ടവരാണ്, മാനസാന്തരപ്പെട്ടവരാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ പൊന്നു സഹോദരാ, നിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ത്? തീ ഇറങ്ങുന്നുണ്ടോ നിൻ്റെ പ്രാർത്ഥനയിൽ, നിൻ്റെ സാക്ഷ്യത്തിൽ, നിൻ്റെ പാട്ടിൽ, നിൻ്റെ പ്രസംഗത്തിൽ, നിൻ്റെ വചനസൂക്ഷയിൽ തീ ഇറങ്ങുന്നുണ്ടോ? സ്വർഗവുമായിട്ടൊരു ബന്ധം നിനക്കുണ്ടോ? നീ അവൻ്റെ അടിമയാണോ? അടിമത്തം സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ടോ? അതോ ലോകമാണോ നിൻ്റെ വിഷയം? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, നമുക്കറിയാം, ഗോല്യാത്തിന് മുമ്പിൽ എല്ലാവരും പേടിച്ചു വിറച്ചപ്പോൾ ശൗൽ രാജാവിന് പട്ടാളമുണ്ട്. പക്ഷെ അവൻ വെല്ലുവിളിച്ചത് ഒരാൾ എന്നോട് മല്ലയുദ്ധം വരാനാണ് പറഞ്ഞത്. ഈ മല്ലയുദ്ധം ചെയ്ത് ജയിക്കുന്നവർ ഫെലിസ്തരാണ്, അവർ ഞങ്ങൾ കീഴ്പ്പെട്ട് നിന്നോളാം, അല്ലേ നിങ്ങൾ ജയിക്കും. ഒരു വലിയ പ്രതിസന്ധിയാണ്. രാജാവ് പേടിച്ച് വിറച്ചു, എല്ലാവരും പേടിച്ചു. ദിവസങ്ങളായിട്ട് ഇവനിങ്ങനെ മല്ലയുദ്ധത്തിന് വേണ്ടി ഓരോരുത്തരെ വിളിക്കുകയാണ്. ഒരു ബാലൻ, ദാവീദ് എന്ന് പറഞ്ഞ ബാലൻ, ഒന്നുമില്ല, അവനൊന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. അവൻ എന്ത് ധൈര്യത്തോടാണ് മുന്നോട്ട് പോകുന്നത്? അവൻ ആയുധമൊന്നുമില്ല, പടച്ചട്ടയൊന്നുമില്ല. അവൻ പറയുന്നൊരു വാക്കുണ്ട്, നീ നിന്ദിക്കുന്ന യഹോവയുടെ നാമത്തിലാണ് ഞാൻ നിന്നെ നേരിടാൻ വരുന്നത്. എന്തൊരു ധൈര്യം! ആ ചെറുപ്രായത്തിലെ ആ ബാലൻ്റെ സമർപ്പണം. മല്ലനായ ഗോലിയാത്തിനെ കണ്ടെന്ന് അവനൊരു പേടിയില്ല. എന്താ പേടിക്കാൻ? അവൻ്റെ ഉള്ളിൽ സർവശക്തനായ ദൈവം തമ്പടിച്ചിരിക്കുന്നു. നമ്മളെല്ലാം ഓരോ പ്രശ്നം വരുമ്പോൾ പേടിക്കുന്നവരല്ലേ, ഭയപ്പെടുന്നവരല്ലേ, ചഞ്ചലിക്കുന്നവരല്ലേ? ഞാൻ അത്ഭുതത്തോടെ നോക്കാറുണ്ട്, ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുമോ? ഇന്ന് ഈ കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ നടക്കുമോ? ഗോലിയാത്തിന് എന്തെല്ലാം കാര്യം ഉണ്ടെങ്കിലും, ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണെങ്കിലും, അവൻ്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ലെങ്കിലും, അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ദാവീദിൻ്റെ ഒന്നുമില്ലായ്മ അല്ലെങ്കിൽ പോലും ഒരു കല്ല് അവൻ ചവണയിൽ വലിച്ചെറിഞ്ഞു. ആ കല്ലിൻ്റെ യോഗ്യതയാണോ, ചവണയുടെ യോഗ്യതയാണോ, ദാവീദിൻ്റെ യോഗ്യതയാണോ? ഒന്നുമല്ല. ജീവനുള്ള ദൈവം പ്രവർത്തിച്ചു. ഇന്നും നമ്മൾ ഓരോരുത്തരും ചവിട്ടി നിന്നുകൊണ്ട് മല്ലനായ ഗോല്യാത്തെന്ന് പറയുന്ന ശത്രുപാളയത്തെ മുഴുവൻ തകർക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നീ ചേർന്ന് നിൽക്കുമോ? ഇന്ന് അനേകർ ചിന്തിക്കാത്തൊരു വിഷയമാണ്, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തിന് ആശ്വാസം കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റുമോ? എന്നിൽ കൂടെ ദൈവത്തിനെ കണ്ടിരിക്കുന്ന പ്ലാനും പദ്ധതി നിവർത്തിക്കാൻ ഈ ചെറിയ ആയുസ്സിൽ എനിക്ക് സാധിക്കുമോ? എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ താല്പര്യമുണ്ടോ? ദൈവമത്തുമായിട്ടൊരു ബന്ധം എനിക്കുണ്ടോ? ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളൊക്കെയും സാധിപ്പിക്കാൻ ഈ ചെറിയ ആയുസ്സിൽ എൻ്റെ ജീവിതം ഞാൻ വേർതിരിക്കാൻ എനിക്ക് മനസ്സുണ്ടോ? ലോകം എങ്ങനെയും പോട്ടെ, മറ്റുള്ളവരെങ്ങനെയും പോയിക്കോട്ടെ, കൂട്ടത്തിലുള്ളവരോ കൂട്ടായ്മയിലുള്ളവരോ കൂട്ടുകാരോ എങ്ങനെയും പോയിക്കോട്ടെ, എന്നെ വിളിച്ചിരിക്കുന്ന ഒരു പദവിയുണ്ട്. ആ പദവിക്ക് ഒത്തവണ്ണം ഞാൻ നിൽക്കുമോ? ദാവീദിന് മാറി നിൽക്കാമായിരുന്നു, രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അവൻ്റെ ദൈവത്തെ ഓർത്തു. ഇവിടെ എല്ലാവരും പേടിച്ചു നിന്നപ്പോഴും ദാവീദ് ഒന്നുമില്ലാത്തവനായി യഹോവയുടെ നാമം നാവിലുണ്ടായിട്ട് അവൻ നേരെ ഗോലിയാത്തിന് മുമ്പിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാലാമതൊരുവൻ കൂടെ നിന്ന് ദാവീദിനെ നടത്തി വിജയം നേടിക്കൊടുത്ത ആ നല്ല ദൈവം, എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഫിലിപ്പൻ കാരാഗ്രഹത്തിൽ പൗലോസിനെയും കൂടെയുള്ളവരെയും നന്നായിട്ട് മർദ്ദിച്ച് മുറിവേറ്റ് അവശ നിലയിൽ ഫിലിപ്പൻ കാരാഗ്രഹത്തിൽ കിടക്കുക. പാട്ട് പാടാൻ പറ്റുമോ? സ്തുതിക്കാൻ പറ്റുമോ? ആരാധിക്കാൻ പറ്റുമോ? ജയിലിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളക്കാൻ പറ്റുമോ? ചങ്ങലകൾ അഴിക്കാൻ പറ്റുമോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം കഥകൾ പോലെ നമ്മൾ പറഞ്ഞു പോവുക. നാം വേറെ ആരുടെയും ചങ്ങലയൊന്നും അഴിക്കണ്ട, എൻ്റെ ചങ്ങല അഴിക്കാൻ പറ്റുമോ? അടിസ്ഥാനങ്ങൾ കുലുങ്ങാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ ഇത്രയും നാളുമുള്ള മനുഷ്യൻ്റെ അടിസ്ഥാനം, പാപത്തിൻ്റെ മേൽ ജയം കിട്ടുകയില്ല, ലോകത്തിൻ്റെ മേൽ ജയമൊന്നും കിട്ടുകയൊന്നുമില്ല. പിന്നെ
വലിയ കുഴപ്പമൊന്നും കൂടാ, പാവം കൂടാ അങ്ങ് ജീവിക്കുക, വലിയ പാപമൊന്നും വരരുത്, ചെറിയ പാവങ്ങളൊക്കെ വന്നാൽ സാരമില്ല, ഏറ്റു പറഞ്ഞാൽ മതി, ദൈവം ക്ഷമിച്ചോളും, ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, മനുഷ്യൻ ബലഹീനനാണ്, ദൈവം അതൊക്കെ ക്ഷമിച്ചു തരും എന്നുള്ള അടിസ്ഥാനം കുലുക്കാൻ പറ്റുമോ? വേദപുസ്തകം എന്ന് പറഞ്ഞൊരു അടിസ്ഥാനമല്ലാതെ മനുഷ്യനുണ്ടാക്കിയിരിക്കുന്ന അടിസ്ഥാനങ്ങളെ തകർത്തുകൊണ്ട്, ചങ്ങലകളെ, ബന്ധനങ്ങളെ പൊട്ടിച്ചുകൊണ്ട് ദൈവത്തെ ആർത്തുപാടി സ്തുതിക്കാൻ പറ്റൂ? കാരാഗ്രഹപണി, ഇതുവരെയും തല്ലിയ കാരാഗ്രഹപണി മാനസാന്തരപ്പെട്ടു. ദൈവത്തിൻ്റെ കാര്യങ്ങൾ എത്ര വലിപ്പമേറിയത്, എത്രമാത്രം മഹത്വമുള്ളത്. ആ പൗലോസ് അവിടെ പ്രാർത്ഥിച്ച് ആരാധിച്ച് സ്തുതിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ കാരാഗ്രഹപണിയും വീട്ടിലുള്ളവർ മാനസാന്തരപ്പെടില്ല. ദൈവത്തിൻ്റെ ഓരോ വഴികൾ അടികൊണ്ട് നല്ലതല്ലേ? പ്രതികൂലങ്ങളിൽ കൂടെയിരിക്കുന്ന നാലാമതൊരുവൻ, പ്രതികൂലങ്ങളിൽ കൂടി ആത്മാവിൻ്റെ നിറവ് തരുന്ന ഒരു നാലാമൊരുവൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രതികൂലങ്ങളിലാണ് നമ്മുടെ ആത്മാവിൻ്റെ ഉറപ്പ് എത്ര ഉണ്ട്, അടിസ്ഥാനം എത്ര ഉണ്ടെന്ന് നാം അറിയുന്നത്. നമുക്ക് ദൈവത്തോട് സ്നേഹം എത്രയുണ്ട്? പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ വാടുന്നുണ്ടോ, തളരുന്നുണ്ടോ, നിരാശപ്പെടുന്നുണ്ടോ, ഭാരപ്പെടുന്നുണ്ടോ? ഈ നാലാമതൊരുവൻ പൗലോസിൻ്റെ കൂടെ ആ കാരാഗ്രഹത്തിലല്ല ഉണ്ടായിരുന്നത്. തൻ്റെ മാനസാന്തരപ്പെട്ട കാലം തൊട്ട് ഈ നാലാമതൊരുവൻ കൂടെ നടക്കുകയാണ്. അല്ല, നാലാമതൊരുവൻ കൂടെ നടക്കാൻ പൗലോസ് അനുവാദം കൊടുത്തു. ഇന്ന് നീ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, നിങ്ങൾക്ക് ഈ നാലാമതൊരുവനെ പരിചയമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. തീയിൽ നടക്കുന്ന നാലാമൻ, പ്രത്യേകം ഓർത്തോണേ, തീയിലാണ് അവൻ നടക്കുന്നത്. തീയിൽ നടന്നാൽ വെന്തു പോകാതെ ആ നാലാമൻ. ദൈവത്തിന് സ്തോത്രം. തീയുടെ ശോധനകൾ വരുമ്പോഴും അവിടേക്ക് ഇറങ്ങി വന്നിട്ട് കരം പിടിച്ച് പൊള്ളലേൽക്കാതെ ഒരു ക്ഷീണവും പറ്റാതെ നടത്തുന്ന ഒരു നല്ല ദൈവം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഇതൊക്കെയും നാം കേൾക്കുന്നുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇത് അനുഭവമാക്കണമെന്ന് നിർബന്ധമുള്ള എത്ര പേരുണ്ട്? എനിക്കും എൻ്റെ കുടുംബത്തിനും ആശ്വാസം കൊടുക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ അതിനെ തയ്യാറാണെന്ന് സമർപ്പണം കൊടുക്കാൻ എത്ര പേരുണ്ട്? ദൈവത്തിന് സ്തോത്രം. കപ്പൽ അപകടത്തിൽപ്പെട്ട അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിനകത്തുണ്ട്, 14 ദിവസം രാവോ പകലെന്നോ കാണാതെ, വെളിച്ചമില്ലാതെ, നിരാശപ്പെട്ട് ഭാരപ്പെട്ട് ആകുലപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ടം, ഒരു 270 ജനവും പൗലോസും. 14 ദിവസം ഒന്നുമില്ലയെന്ന് പറഞ്ഞാൽ വെട്ടവുമില്ല, വെളിച്ചവുമില്ല, ആഹാര സാധനങ്ങളെല്ലാം തീർന്നു, കപ്പൽ ക്ഷയത്തിൽ കിടക്കുന്ന സമയത്തെ ആ അപ്പോസ്തലൻ പറയുകയാണ്, രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് ധൈര്യം തന്നു. ആരായി ദൂതൻ? ഈ നാലാമതൊരുവൻ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വെറുതെ ഒന്നും നാലാമതൊരുവൻ വരികയില്ല. നമ്മുടെ ജീവിതം അവന് വേണ്ടി വേർതിരിച്ചാൽ, പിശാചിനോട് എന്നേക്കുമായി യാത്ര പറഞ്ഞാൽ, ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങൾ മറ്റുള്ളവരെ ആസ്വദിക്കുമ്പോൾ അതിലൂടെ പങ്കുചേരാതെ വേർപെട്ടവനായി ദൈവത്തിന് വേണ്ടി വേർപെട്ടവനായി നിന്ന് കഴിഞ്ഞാൽ, നമ്മുടെ പ്രതികൂലങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ദിവസേനയുള്ള ഓരോ കാര്യത്തിലും ഈ നല്ലവനായ ക്രിസ്തു, നാലാമതൊരുവൻ എന്ന് പറയുന്ന പഠനത്തിൽ പറയുന്നത് ദൂതൻ എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? കാൽവറി ക്രൂശിൽ പിടഞ്ഞു വരച്ച യേശു ക്രിസ്തു എന്ന് പറയുന്നത് നമുക്കറിയാം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ ഹൃദയത്തിൽ ലാഭമാർക്കുന്ന ഒരു ക്രിസ്തുവിനെക്കുറിച്ച് എത്ര പേർക്കറിയാം? എന്നെ മാറ്റിമറിക്കുന്ന, എന്നെ രൂപാന്തരപ്പെടുത്തുന്ന, എനിക്ക് പാവബോധവും കുറ്റബോധവും തന്ന് എന്നെ വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്തുന്ന, എൻ്റെ കരം പിടിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ദൈവത്തെ എത്ര പേർക്കറിയാം? ആ ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് വരണം നിർബന്ധമുള്ള എത്ര പേരുണ്ട്? അതിന് എന്ത് കോസ്റ്റ് കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്ന എത്ര പേരുണ്ട്? പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവരെയാണ് ദൈവം നോക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ? ദൈവത്തെ വേണമെന്ന് നിർബന്ധമുള്ള ബുദ്ധിമാനുണ്ടോ? ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടോ? ദൈവത്തിൻ്റെ പിന്നാലെ പോകണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലുണ്ടോ? ദൈവവചനം എന്തു പറഞ്ഞു അതെനിക്ക് പഥ്യമാണ്, അതെനിക്ക് വിലപ്പെട്ട, അതാണ് ദൈവത്തിൻ്റെ വചനം. തേനിലും തേൻകട്ടയിലും മധുരമെന്ന് പറഞ്ഞതാണ്. എന്നോട് ഉപേക്ഷിക്കാൻ പറയുന്ന കാര്യങ്ങൾ തേനിലും തേൻകട്ടയിലും മധുരമായിട്ടത് ഉപേക്ഷിക്കാൻ പറ്റുമോ? കർത്താവിനെ പറഞ്ഞു, അപ്പൻ, അമ്മ, ഭാര്യ, സഹോദരന്മാർ സ്വന്തം ജീവനെയും പായ്ക്കാത്തവന് എൻ്റെ ശിഷ്യനാകാൻ പറ്റില്ല. അത് മാധുര്യമുള്ള കാര്യമാണോ?
തേനിലും തേൻകട്ടയിലും മധുരമുള്ളൊരു വചനമാണോ അത്? തന്നെത്താൻ ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരാത്തവനും യോഗ്യനല്ലെന്ന് പറയുന്നു. അത് മധുരമുള്ള കാര്യമാണോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവുള്ളവർക്ക് ഇതൊക്കെ മധുരമാണ്. ദൈവാത്മാവുള്ളവർക്ക് കർത്താവ് എന്തു പറയുന്നു മധുരമാണ്. അതവന് പ്രമോദമാണ്, സന്തോഷമാണ്. ഈ നാലാമതൊരുവൻ, ഈ ദാനിയേൽ പ്രവചനത്തിൽ പറയുന്ന നാലാമൊരുവൻ ആ 3 യൗവനക്കാരുടെ കൂടെ നടന്ന് അവരെ തീയിൽ നിന്ന് സംരക്ഷിച്ചെന്ന് പറയുന്ന ഒരു വലിയ സംഭവം തന്നെയാണ്. ഇന്നും ഈ കാലഘട്ടത്തിൽ തീജ്വാല, പിശാചിൻ്റെ തീജ്വാല, ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും ആകുലങ്ങളും ദുരിതങ്ങളും വേദനകളും വിരഹങ്ങളും കടബാധ്യതകളും ഒരടി മുന്നോട്ട് പോകാൻ പറ്റാതെ കിടന്ന് വിഷമിക്കുന്ന സമയത്ത് ഒരു മനുഷ്യരും നമ്മളെ സഹായിക്കുകയില്ല, ഈ ക്രിസ്തുവിനും മാത്രം. ക്രിസ്തു തരുന്ന ആശ്വാസം. ഒരുപക്ഷെ പ്രശ്നം മാറിയില്ലെന്നിരിക്കും, മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തെറ്റില്ല. മാറിയില്ലെങ്കിലും എൻ്റെ മനോഭാവം ദൈവത്തോടുള്ളത് എന്തായിരിക്കും? മാറുമോ അത് മാറാതിരിക്കുകയോ അത് ദൈവത്തിൻ്റെ കാര്യം. മാറിയാലും മാറിയില്ലേലും എൻ്റെ ദൈവത്തോടുള്ള നന്ദിയും കടപ്പാടവും സ്നേഹത്തിനും ഒരു മാറ്റവും ഇല്ല. ഞാൻ അവൻ്റേതാണ്, അവൻ എൻ്റേതാണ്. സ്തോത്രം. അവന് വേണ്ടി എൻ്റെ ആയുസ്സൻ വേർതിരിച്ചിരിക്കുകയാണ്. അവനെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അവന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ഇടപെടുകയില്ല എന്ന ഉറച്ച തീരുമാനമുണ്ടോ, ദൈവം നിന്നെ നടത്തും. ഈ പഴയ നിയമത്തിൽ കാണുന്ന അത്ഭുതങ്ങളൊക്കെയും തടയേണ്ട സ്ഥാനത്ത് ആ കരം തടയും. ശത്രുവിന് മുമ്പിൽ ഭയപ്പെടാൻ നിൽക്കേണ്ട സമയത്ത് അത് ഭയപ്പെടാൻ നിൽക്കാൻ നമുക്ക് കഴിയും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം അത്ഭുതങ്ങളാണ്! പഴയ നിയമത്തിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും പുതിയ നിയമത്തിലാണ് നമ്മൾ വളരെ വ്യക്തമായിട്ടത് ആരാണ്, കൂടെ വരുന്ന ആരാണ്, എല്ലാം മനസ്സിലാക്കുന്നതിൻ്റെ പുതിയ നിയമത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ രാജാവിൻ്റെ മുമ്പിൽ ഇത്രമാത്രം ധൈര്യത്തോടെ നിൽക്കാൻ ഈ യൗവനക്കാർക്ക് എന്താണ് കാരണം? അവർക്കതിന് പിന്നിൽ അതിൻ്റെ വ്യക്തമായ കാര്യമുണ്ട് പ്രിയരെ. അവർ പ്രവാസ ജീവിതത്തിൽ കഴിഞ്ഞപ്പോഴും അവരവരുടെ ദൈവത്തെ മറന്നില്ല, അവരവരുടെ ന്യായപ്രമാണം മറന്നില്ല. അവരാർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നുള്ള വ്യക്തമായ ബോധമുണ്ട്. യൗവനക്കാരാ, നിങ്ങളുടെ യൗവനക്കാരുണ്ടോ? ദൈവത്തോട് കൂറ്, ദൈവത്തോട് കടപ്പാട്, ദൈവത്തോട് സ്നേഹം, വചനത്തോടുള്ള സ്നേഹം. എനിക്കനുസരിക്കാൻ ദൈവം തന്നിരിക്കുന്നതാണ് ഈ വചനം. എനിക്കതനുസരിച്ചേ പറ്റുള്ളൂ. അനുസരിക്കാൻ പറ്റുന്നില്ലയോ, ദൈവസനെ ചെന്ന് കർത്താവിനോട് അതിനുള്ള കൃപ പ്രാപിക്കുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. അല്ല, ഒന്നുകൂടെ പറയട്ടെ, ജീവനുള്ള ക്രിസ്തുവിനോട് പറയാം, നീ എൻ്റെ ഹൃദയത്തിൽ വന്നേ പറ്റുള്ളൂ. നീ വന്ന് എനിക്ക് അസാധ്യമായ ഈ കാര്യം സാധിപ്പിച്ചു തരണം. എൻ്റെ കരം പിടിച്ച് ഈ ഒരു പ്രശ്നം മാറാൻ വേണ്ടി മാത്രമല്ല, എൻ്റെ മരണത്തോളമല്ല ജീവിതകാലത്ത് നീ എൻ്റെ കൂടെ വേണം. എത്ര പേർക്ക് ആ തീരുമാനം എടുക്കാൻ പറ്റും? അങ്ങനത്തെ ഒരു ദൈവത്തെ പരിചയമുണ്ടോ? ആത്മാവിൻ്റെ കണ്ണു തുറന്ന് കാണാൻ നമുക്ക് പറ്റുമോ? അവിടെയും പ്രശ്നമുണ്ട്, എനിക്കറിയാം. നാം സ്നേഹിക്കുന്ന ഒരാളെ നമ്മൾ കണ്ടേ പറ്റുള്ളൂ. ആ ആളുടെ രൂപ ഭംഗി നാം ആസ്വദിച്ചേ പറ്റുള്ളൂ. അതിനുവേണ്ടി ദിവസം കിടക്കുന്ന എത്ര പേരുണ്ട്? കർത്താവ്, എൻ്റെ ആത്മകണ്ണ് എനിക്ക് തുറന്നു തരണം, എനിക്ക് നിന്നെ കാണണം, എനിക്ക് നിന്നെ കണ്ട് ആരാധിക്കണം, എനിക്ക് നിൻ്റെ കരം പിടിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കണം. അനേകരെ അസാധ്യമെന്ന് പറയുമ്പോൾ എനിക്കൊന്ന് സാധിപ്പിച്ചു കൊടുക്കണം, എനിക്ക് സാക്ഷ്യമായിട്ട് എനിക്ക് നിൽക്കണം. എത്ര പേർക്കിതുണ്ട് ആഗ്രഹം? പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുന്നത് നമുക്കൊരു പ്രോത്സാഹനമാണ്. ഇത് സാധിക്കുമെന്ന് പറയുന്നത് അനുഭവിച്ചിട്ടായി പറയണത്. ഞാൻ തിയറി അല്ല പറയുന്നത്. എനിക്ക് അനുഭവമില്ലാത്ത ഒരു കാര്യവും ഞാൻ പറയാറില്ല, പറയാൻ എൻ്റെ ദൈവം എന്നെ അനുവദിക്കാറുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ സന്തോഷകരമായൊരു ജീവിതം, ദൈവത്തിൻ്റെ ദാസനായി ഭൂമിയിൽ ജീവിക്കുക, ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുക, ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ പറ്റുമെന്നുള്ളത് തെളിയിക്കുക. ആര് നോക്കിയാലും എങ്ങനൊക്കെ നോക്കിയാലും ഒരണുവിൽ പോലും തെറ്റില്ലാത്ത ദാനിയേലിനെ കൂടെ ഇവിടെ പറയുന്നുണ്ട്. അവൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചല്ലാതെ ഒരു തെറ്റും അവനെക്കുറിച്ച് പറയാനില്ല. പിന്നെ അവനെ ദൈവം നോക്കാതിരിക്കുമോ? ദൈവത്തിൻ്റെ കടപ്പാടല്ലേ, ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമല്ലേ ഇങ്ങനെയുള്ളവരെ നോക്കുക എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ രഹസ്യം എന്താണ്? നമുക്കെല്ലാവർക്കും ഒരു മാനസാന്തരം വചനത്തിൽ കൂടെ കിട്ടുന്നുണ്ട്. ഒരാദ്യ സ്നേഹം ലഭിച്ചവരാണ് നിങ്ങളൊക്കെയും, ഒന്നും എനിക്കറിയാം. പക്ഷേ ഇന്നലെ ഒരു വ്യക്തിയെ ഞാൻ കണ്ടു, എന്നോട് പറയണ, സാറേ, എൻ്റെ ആദ്യ സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടു പോയി, അത് തിരിച്ചു കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്?
ഞാൻ പറഞ്ഞു, ആദ്യ സ്നേഹം കിട്ടിയപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? ഒരു ദൈവമുണ്ട്, ആ ദൈവം എന്നെ സ്നേഹിക്കുന്നു. എനിക്ക് അസാധ്യമായ കാര്യങ്ങൾ ഒറ്റ സെക്കൻഡോട് ദൈവം എനിക്ക് സാധിപ്പിച്ചു വരുന്നു. അലൗകികമായ ഒരു ആത്മീയ അനുഭവം ഈ ഭൂമിയിലുണ്ട്. പാപം തൊടാത്തൊരു ജീവിതമുണ്ട്, ലോകം തൊടാത്ത ജീവിതമുണ്ട്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായൊരു ജീവിതമുണ്ട്. അതാണ് ആദ്യ സ്നേഹം. ഒരു ദൈവം എന്നെ സ്നേഹിക്കുന്നു. ആഴക്കുഴി കടന്ന് എന്നെ ദൈവം പൊക്കിയെടുത്തു. എൻ്റെ കഴിഞ്ഞ കാലങ്ങളൊന്നും അവൻ ഓർത്തില്ല. അതെല്ലാം എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു ദൈവമുണ്ടെന്നും നിനക്ക് ജയജീവിതം സാധ്യമാണെന്നും നിനക്ക് സ്വർഗരാജ്യം നീ ആഗ്രഹിച്ചാൽ നിനക്ക് കിട്ടുമെന്നുള്ളതിൻ്റെ ഉറപ്പാണ്. ഇപ്പോഴെന്താ പറ്റിയത്? ആദ്യ സ്നേഹം മാറിപ്പോയി. എന്തുകൊണ്ട് മാറിപ്പോയി? തുരുത്തി മാറിയില്ല. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുന്ന ദുരാത്മാക്കളെ മുഴുവൻ ആട്ടിപ്പുറത്താക്കിയിട്ടാണ് അവൻ ആദ്യ സ്നേഹം തന്നത്. പക്ഷേ അവകാശം പറയുന്ന ഒരു പിശാചുണ്ട്, എക്കാലത്തും നിൽക്കാൻ പറ്റില്ല. നാം മനഃപൂർവ്വം ദൈവസ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ നാളുകളായി കൂടിയിരിക്കുന്ന പാപത്തിൻ്റെ പ്രവണതകളും സ്വഭാവങ്ങളും പാരപ്പര്യത്തിൻ്റെ ശാപങ്ങളും മനസ്സിലാക്കിയിട്ട് ദൈവസന്നി ഇരുന്ന് കഴുകൽ പ്രാപിക്കാൻ എത്ര പേര് മെനക്കെടുന്നുണ്ട്? വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, നീ വില കൊടുത്ത് ഇതെല്ലാം വാങ്ങിക്കണം. നിൻ്റെ കണ്ണിലെഴുതാൻ ലേപം, നിൻ്റെ നഗ്നത മറയ്ക്കാൻ നിനക്ക് വസ്ത്രം, തീയിലൂതിക്കഴിച്ച പൊന്ന്, ഇതൊക്കെ ഞാൻ നിനക്ക് തരാം, പക്ഷേ നീ തുരുത്തി പുതുതാക്കണം. നമുക്ക് എല്ലാവർക്കും വരുന്ന പ്രശ്നം അവിടെയാണ്. അതിനുള്ള ഗൗരവം ആരും കൊടുക്കില്ല. ആദ്യ സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ പുള്ളി എന്നോട് പറഞ്ഞ്, ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ കിട്ടില്ലെന്ന് പറഞ്ഞു. ആ പുള്ളിക്ക് അത്ഭുതമായി. പ്രാർത്ഥിച്ചാൽ കിട്ടൂലേ? പ്രാർത്ഥിക്കുന്ന എന്ത് കാര്യത്തിനാണ്? ഈ ആദ്യ സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടു, എനിക്കത് തിരിച്ചു കിട്ടണം. ഈ ആദ്യ സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടുന്നതിന് തടസ്സം എന്തൊക്കെയാണ്? എന്നിൽ അവകാശം പറയുന്ന പിശാച് ഏതെല്ലാം കാര്യത്തിലാത്താണ്? അത് ഞാൻ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലയോ? ദൈവത്തോട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവാം ദൈവമേ, ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ല, ഞാൻ നിന്നെ വേണ്ട രീതിയിൽ ഗൗരവം കൊടുക്കാതെ നിൻ്റെ വനത്തെ ഞാൻ തള്ളിപ്പറഞ്ഞ് ഞാൻ നിന്നെ വേദനിപ്പിച്ച് മാറ്റി നിർത്തിപ്പോയി, എന്നോട് ക്ഷമിക്കണം. ഇനി അങ്ങനെ ഉണ്ടാവുകയില്ല. പാപബോധം കുറ്റബോധം തരുന്ന ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന് ഞാൻ തിരുത്തേണ്ട ഏതെല്ലാം കാര്യത്തിലാണ്, എന്നിൽ ശത്രു അവകാശം പറയുന്ന ഏതെല്ലാം കാര്യം എനിക്കൊന്ന് മനസ്സിലാക്കി തരാമോ? പ്രാർത്ഥിക്കണം. എന്ന് മനസ്സിലാക്കി തരുന്ന ഓരോ കാര്യവുമായി ദൈവസന്നിധിയിൽ കൊണ്ട് ചെല്ലണം. കർത്താവേ, ഇതാണ് എൻ്റെ ബന്ധനം, ഇവിടെയാണ് പിശാച് അവകാശം പറയുന്നത്, ഈ ബന്ധനം അഴിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല, പക്ഷെ കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റും. ഇന്ന് എൻ്റെ കാൽപ്പാത്തി വെക്കുകയാണ്, ഇത് തിരിച്ചെൻ്റെ ഹൃദയത്തിലേക്ക് വരരുത്, ഇതെൻ്റെ ജീവിതത്തെ എന്നേക്കുമായി മാറണം, രക്തം ഇവിടെ വീഴിക്കണം, നിൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ നീ അയച്ചു തരണം. ഇതുമായി ഇനി മേലാൽ ഇന്ന് നിൻ്റെ സന്നിധിയിലേക്ക് വന്ന് കർത്താവെ എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് പറയാൻ എനിക്ക് ഇട വരരുത്. പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കാം. വെറുതെ പ്രാർത്ഥിച്ചാന്ന് കിട്ടൂല. നമ്മൾ പാപം കണ്ടുപിടിച്ച് ദൈവസന്നിധി കൊണ്ട് വെച്ചിട്ട് പാപത്തിന് പരിഹാരം തരുന്ന ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് അവൻ്റെ രക്തത്തിൽ അവൻ്റെ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചാൽ ആ ബന്ധനം അഴിയും. അങ്ങനെ ഓരോ ബന്ധനവും അഴിച്ച് നാം ദൈവത്തിന് വേണ്ടി ജീവിതം വേർതിരിച്ചും ദൈവത്തിന് ഉറപ്പ് വരുമ്പോൾ ഈ തീജ്വാല പിന്നെ ഇറങ്ങി വരും. പേടിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പഴയ നിയമകാലത്ത് വളരെ അപൂർവമായ ചിലരൊക്കെ ദൈവത്തെ അനുഭവിച്ചു. ഈ പുതിയ നിയമകാലത്ത് എത്ര എളുപ്പമാണ്, എത്ര സുഖകരമാണ്, എത്ര സന്തോഷകരമാണ്. നിങ്ങൾക്ക് എത്ര പേരൊക്കെ ഈ നല്ലവനായ യേശുവിനെ വേണം, സ്വന്തമായിട്ട് വേണം, ഹൃദയത്തിൽ വേണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവന് വേണ്ടി ജീവിതം വേർതിരിക്കണം, അവന് വേണ്ടി ഒരു വാക്ക് പറയാൻ, അവന് വേണ്ടി ഒരു സാക്ഷിയായി നിൽക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, കൊതിയുണ്ടോ? ദൈവം നിങ്ങളെ എന്നെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടാനിടയായിട്ട്. ദൈവത്തിന് സ്തോത്രം.